ഓസ്ട്രേലിയൻ സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. അത് വിസയ്ക്ക് അപേക്ഷിക്കുന്നവരെയും തൊഴിൽ ചെയ്യുന്നവരെയും സഹായിക്കും. 2025 ജൂലൈ 1 മുതൽ പുതിയ മാറ്റങ്ങൾ നിലവിൽ വരും. ട്രാവൽ ബീസ് പറയുന്നതനുസരിച്ച് പുതിയ നിയമങ്ങൾ വിദേശ തൊഴിലാളികൾക്കും അവരെ സ്പോൺസർ ചെയ്യുന്ന കമ്പനികൾക്കും ബാധകമാണ്. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇത് ബാധകമാകും. സർക്കാർ പ്രസ്താവനയിൽ ഇത് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ടെമ്പററി സ്കിൽഡ് മൈഗ്രേഷൻ ഇൻകം ത്രെഷോൾഡ് ഉയർത്തും. ഇത് 73,150 ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് 76,515 ഓസ്ട്രേലിയൻ ഡോളറായി ഉയർത്തും. അതായത് താൽക്കാലികമായി വിദഗ്ധ തൊഴിലാളികളെ കൊണ്ടുവരുന്നതിനുള്ള വരുമാന പരിധി കൂടും. സബ് ക്ലാസ് 482, 494 പോലുള്ള തൊഴിൽ വിസകളെ ഈ മാറ്റം ബാധിക്കും. മറ്റ് വരുമാന പരിധികളും കൂടും. കോർ സ്കിൽസ് ഇൻകം 73,150 ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് 76,515 ഓസ്ട്രേലിയൻ ഡോളറായി ഉയർത്തും. സ്പെഷ്യലിസ്റ്റ് സ്കിൽഡ് ഇൻകം 1,35,000 ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് 1,41,210 ഓസ്ട്രേലിയൻ ഡോളറായി ഉയർത്തും. പുതിയ നിയമങ്ങൾ 2025 ജൂലൈ 1 അതിനുശേഷമോ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ ബാധകമാകൂ. ഇതിനു മുൻപ് വിസ എടുത്തവരെ ഇത് ബാധിക്കില്ല. അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരെയും ഈ നിയമം ബാധിക്കില്ല. വിസയിൽ മാത്രമല്ല മാറ്റം. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വേതനം കൂടും. 3.5% വർദ്ധിപ്പിക്കുന്നത്. 2025 ജൂലൈ 1 മുതൽ പുതിയ വേതനം ഇങ്ങനെയായിരിക്കും. ആഴ്ചയിൽ കുറഞ്ഞ വേതനം 948 ഓസ്ട്രേലിയൻ ഡോളറും മണിക്കൂറിലെ കുറഞ്ഞ വേതനം 24.95 ഓസ്ട്രേലിയൻ ഡോളറും. ജൂലൈ 1 ശേഷമുള്ള ആദ്യ ശമ്പളം മുതൽ ഈ വർധനവ് പ്രാബല്യത്തിൽ വരും. കൂടുതൽ തൊഴിലാളികളും ഇതിലും കൂടുതൽ ശമ്പളം വാങ്ങുന്നവരാണ്. എങ്കിലും കുറഞ്ഞ ശമ്പളമുള്ളവർക്കും തുടക്കക്കാർക്കും ഇത് ഉപകാരപ്രദമാകും. സൂപ്പർ ആനുവേഷൻ ഗ്യാരണ്ടി 12% ഉയർത്തും. സൂപ്പർ ആനുവേഷൻ എന്നാൽ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ടിലേക്ക് തൊഴിലുടമകൾ നൽകുന്ന തുകയാണ്. ഇത് 11.5% നിന്ന് 12% ഉയർത്തും. 2025 ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. കൂടാതെ പേരൻ്റൽ ലീവ് പേയിൽ സൂപ്പർ ആനുവേഷൻ നൽകാനും തീരുമാനിച്ചു. അതായത് കുഞ്ഞുണ്ടായി അവധിയെടുക്കുന്ന അച്ഛനമ്മമാർക്ക് ഇത് കൂടുതൽ സാമ്പത്തിക സഹായം നൽകും. കമ്പനികൾക്കുള്ള ഫീസിലും മാറ്റങ്ങൾ വരും. വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികൾ കൂടുതൽ ഫീസ് നൽകേണ്ടി വരും. കമ്പനി രജിസ്ട്രേഷൻ ഫീസ് 597 ഓസ്ട്രേലിയൻ ഡോളർ എന്നത് 611 ഓസ്ട്രേലിയൻ ഡോളറായി കൂടും. ആനുവൽ റിവ്യൂ ഫീസ് 321 ഓസ്ട്രേലിയൻ ഡോളർ എന്നത് 329 ഓസ്ട്രേലിയൻ ഡോളറാകും. ബിസിനസ് നെയിം റിന്യൂവൽ ഫീസ് 44 ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് 45 ഓസ്ട്രേലിയൻ ഡോളറായി കൂടും. 2025 ജൂലൈ 1 മുതൽ ടാക്സ് അടക്കാൻ വൈകിയാൽ ഈടാക്കുന്ന പലിശയ്ക്ക് നികുതി ഇളവ് ഉണ്ടാകില്ല. ഇത് ടാക്സ് കൃത്യമായി അടക്കാത്ത കമ്പനികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കും. നൈറാമെട്രിക്സ് റിപ്പോർട്ട് അനുസരിച്ച് വിസയ്ക്ക് അപേക്ഷിക്കുന്നവരെ സഹായിക്കാൻ ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് 2 പുതിയ ഡിജിറ്റൽ ടൂളുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. വിസ ഫൈൻഡർ, ഡോക്യുമെൻ്റ് ചെക്ക്ലിസ്റ്റ് ടൂൾ എന്നിവയാണ് ഈ ടൂളുകൾ. 2025 ഉണ്ടാകുന്ന ഡിജിറ്റൽ മാറ്റങ്ങളുടെ ഭാഗമാണിത്. ഇത് അപേക്ഷകൾ എളുപ്പമാക്കാനും തെറ്റുകൾ കുറക്കാനും സഹായിക്കും. വിസ ഫൈൻഡർ ടൂൾ ഉപയോഗിച്ച് ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വിസ കണ്ടെത്താനാകും. നാഷണാലിറ്റി, എത്ര കാലം ഓസ്ട്രേലിയയിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്നു, എന്തിനാണ് യാത്ര ചെയ്യുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിലൂടെ ഏറ്റവും അനുയോജ്യമായ വിസ തിരഞ്ഞെടുക്കാൻ കഴിയും. ഡോക്യുമെൻ്റ് ചെക്ക്ലിസ്റ്റ് ടൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ട രേഖകൾ ലിസ്റ്റ് ചെയ്യാൻ സഹായിക്കും. പാസ്പോർട്ട്, വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ രേഖകൾ വേണമെന്ന് ഇതിലൂടെ അറിയാൻ കഴിയും. ഈ മാറ്റങ്ങൾ അപേക്ഷകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കും. അതുപോലെ ആദ്യമായി അപേക്ഷിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.